സൊസൈറ്റി മൊത്തത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവില്ല. 27 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സാർ ഒരുപക്ഷെ തുടക്കത്തിലെടുത്ത ചലഞ്ചസ് ഒന്നും ഇപ്പോൾ ഒരു ചലഞ്ചേ അല്ലാത്ത രീതിയിലേക്ക് യൂത്ത് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ കാണുന്നത്? ഞാൻ ഈ രംഗത്തേക്ക് ആദ്യം വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു യൂത്ത് എംപവർമെൻ്റ്, അല്ലെങ്കിൽ ഒരു യൂത്തിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവരെ കൂടുതൽ എംപ്ലോയബിൾ ആക്കുക, എഡ്യൂക്കേറ്റഡ് ആക്കുക, പവർഫുൾ ആക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്കാണ് ഇതിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഞാൻ ഒരു അബ്ദുൽ കലാമിൻ്റെ വിഷൻ 2020 എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് ചുവട് പിടിച്ചാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ആശയപ്രകാരം യുവജനങ്ങളെ കൂടുതൽ രാജ്യത്ത് നല്ല പവർഫുൾ സിറ്റിസൺസ് ആക്കുക. അപ്പം അതിന് പറ്റുന്ന രീതിയിലാണ് ഇൻസൈറ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു NGO സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഞാൻ കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ യൂത്തിനെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്ന 2 വലിയ ഫോഴ്സസ് ഉണ്ട്. അത് പേരൻസും ടീച്ചേഴ്സുമാണ്. അല്ലെങ്കിൽ അതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയുടെ ഒരു ഔട്ട്കം മാത്രമാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധി വരെ യൂത്തിന് വേണ്ടിയാണ് ഞാൻ ഈ രംഗത്ത് വന്നതും ആദ്യകാലത്തെ പ്രവർത്തനങ്ങളെല്ലാം അതിനനുസരിച്ചാണ് എല്ലാം ഡിസൈൻ ചെയ്തത്. പിന്നെ അത് മുഴുവൻ പൊളിച്ച് കളയേണ്ട വന്നു. പിന്നെ ഞാൻ ടീച്ചേഴ്സിലേക്കും പേരൻസിലേക്കുമാണ് പ്രവർത്തനങ്ങൾ മാറ്റിയത്. കാരണം അത് കൂടുതൽ ഫ്രൂട്ട്ഫുള്ളായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ടീച്ചേഴ്സിൽ വരുത്തുന്ന മാറ്റങ്ങളും പേരൻസിൽ വരുത്തുന്ന മാറ്റങ്ങളും കുട്ടികളിൽ, യുവജനങ്ങളിൽ വലിയ മാറ്റമായിട്ട് തോന്നിയിട്ടുണ്ട്.